ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയും ഹാരിസിനെ കുറിച്ച് തന്നെയാണ്. അപ്പോൾ ഇന്നലത്തെ ദിവസം മിസ്റ്റർ അയ്യൂബ് ഖാന്റേതാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അയ്യൂബ് ഖാന്റെ കഴിഞ്ഞ ദിവസത്തെ ഒരു വാട്സപ്പ് സ്റ്റാറ്റസിനെ കുറിച്ചുള്ള ചർച്ചകളായിരുന്നു എങ്ങും. അയ്യൂബ് ഖാൻ ഇപ്പോൾ ആട്ടുംതോലിട്ട ചെന്നായിയെ പോലെ ഹൈറിച്ചിന്റെ കൂടെയും ഉണ്ട്, ഓക്സിജനോയുടെ കൂടെയും ഉണ്ട് എന്നുള്ള രീതിയിലാണ്. ശ്രീനാ മാഡത്തിൻ്റെ ആശീർവാദത്തോടുകൂടി, ശ്രീനാ മാഡത്തിൻ്റെ സമ്മതത്തോടു കൂടിയാണ് ഞാൻ ഓക്സിജനോ ചെയ്യുന്നു പറഞ്ഞ മഹത് വ്യക്തിയാണ് മിസ്റ്റർ അയ്യൂബ് ഖാൻ. എന്നാൽ ഇന്നലെ അയ്യൂബ് ഖാൻ്റെ വാട്സപ്പ് സ്റ്റാറ്റസ് അത് ഹൈറിച്ചിനെ കുറിച്ചായിരുന്നില്ല, അത് ഓക്സിജനോയെ കുറിച്ചായിരുന്നു. ഓക്സിജനോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കൈയൊക്കെ കാണിച്ചിട്ടുള്ള സംഭവമായിരുന്നു. എന്താണല്ലേ, ഒന്നല്ല നിരവധി വീഡിയോ ക്ലിപ്പുകളാണ് ഹൈറിച്ചിനെ താഴ്ത്തിക്കെട്ടിക്കൊണ്ടും ഓക്സിജനോയെ പുകഴ്ത്തിക്കൊണ്ടും ഉള്ള സ്റ്റാറ്റസ്. അതിൽ പറയുന്ന ഒരു പ്രത്യേക വാക്കാണ്, നമുക്കറിയാം ഈ ഹൈറിച്ചിൻ്റെ കുറ്റങ്ങളെ പറയുന്ന സമയത്ത് ഇത് ആദ്യമായല്ല മിസ്റ്റർ അയ്യൂബ് ഖാൻ ഹൈറിച്ചിൻ്റെ തെറ്റുകൾ, ഹൈറിച്ച് മണി ചെയിനായിരുന്നു തന്നെ സമ്മതിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ ഡിജിറ്റൽ ID പക്ക മണി ചെയിനായിരുന്നു, പക്ക നിക്ഷേപമായിരുന്നു, അല്ലെങ്കിൽ നമ്മുടെ ബോണ്ട് അതൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു, തെറ്റായിരുന്നു എന്ന് നിരവധി ആൾക്കാരോട് വാട്സപ്പ് സ്റ്റാറ്റസിൽ സമ്മതിച്ച ഒരു വ്യക്തിയാണ്. അതിലൊന്നും അയാളെ കുറ്റം പറയാൻ പറ്റില്ല. പക്ഷേങ്കിൽ ആൾക്കാർ കൂടുമ്പോൾ എവിടെയും ആളാവുന്ന ഒരു പരിപാടി ഇദ്ദേഹത്തിനുള്ളത് കൊണ്ട് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഇദ്ദേഹം ഇതിൻ്റെ എല്ലാം തികഞ്ഞ ലീഡറെ പോലെയാണ് സംസാരിക്കുന്നത്. ഇദ്ദേഹം കഴിഞ്ഞ ദിവസം ഇട്ട സ്റ്റാറ്റസ് എന്ന് പറയുന്നത്, നമുക്കറിയാം നമ്മുടെ ഓക്സിജനോ വളരെ സയൻറ്റിഫിക്കായിട്ടും ഈ നമ്മുടെ ഡയറക്റ്റ് സെയിൽസ് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയ കമ്പനിയാണെന്നൊക്കെ പറയുന്ന ഒരു വാക്കാണ്, ഒരു വീഡിയോ ആണ്. അതിനിടയ്ക്ക് ഒരാൾ പറയുകയാണ്, 3600 കോടി രൂപ മാർക്കറ്റിൽ നിന്ന് സമാഹരിച്ച കമ്പനിയുടെ അവസ്ഥ നിങ്ങൾക്കറിയാലോ, അവരുടെ പ്രൊഫൈൽ നിങ്ങൾ പരിശോധിച്ചിനോ, അവർക്ക് എന്തെങ്കിലും സാധനമുണ്ടായിരുന്നോ, അവരുടെ അവസ്ഥ ഇപ്പോൾ എന്താണെന്ന് നിങ്ങൾക്കറിയാലോ. അതുപോലെയല്ല, ഓക്സിജനോ എന്ന് പറയുന്നത് വളരെ സയൻറ്റിഫിക്കായിട്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പഠിച്ചിറങ്ങിയ ആൾക്കാരാണ് എന്നാണ്. അതുകൊണ്ടാണ് 45 രൂപയുള്ള കരിഞ്ചീരകത്തിന് ഇവർ 2500 രൂപക്ക് വിൽക്കുന്നത്. ഓരോ സാധനം വിൽക്കുമ്പോഴും ഇവർക്ക് 500ഉം 1000ഉം രൂപയാണ് വിൽക്കുന്നവന്. എന്താണല്ലേ, 45 രൂപയുടെ സാധനം കൊടുക്കുമ്പോൾ ഇത് പറ്റിച്ചവന് ഇത്ര കിട്ടാണ്, 500ഉം 1000ഉം. അതുകൊണ്ട് തന്നെ ഇദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, മിസ്റ്റർ അയ്യൂബ് ഖാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ നിങ്ങളുടെ കണ്ണീരും സങ്കടവും അല്ലെങ്കിൽ മറ്റുള്ളവരെ പറ്റിയിട്ട് കുറ്റം പറയുന്നതിനും എടുക്കുന്ന സമയത്ത് നമുക്ക് ആർക്കെങ്കിലും ഒരു പ്രൊഡക്റ്റ് വിറ്റിരുന്നെങ്കിൽ 500ഓ 1000മോ കിട്ടുമായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇദ്ദേഹം തന്നെ സമ്മതിക്കുകയാണ്, 3600 കോടി രൂപ മാർക്കറ്റിൽ നിന്ന് ഉണ്ടാക്കിയെന്ന് പറയുന്നത് കമ്പനി ഏതാണെന്ന് നിങ്ങൾക്ക് അറിയാലോ, ഹൈറിച്ച് ആണ്. മണി ചെയിൻ ചെയ്ത് 3600 കോടി രൂപയാണ് കഴിഞ്ഞ 6 വർഷം കൊണ്ട് സമാഹരിച്ചത്. പക്ഷെങ്കിൽ ആ കമ്പനിക്കിടെ ബാലൻസ് വന്നത് 212 കോടി രൂപ മാത്രമാണ്. ബാക്കിയെല്ലാം ആൾക്കാർക്ക് വീതിച്ചു കൊടുത്തിരിക്കുകയാണ്. അതിലൊന്നും ആർക്കും പ്രശ്നമില്ല അല്ലേ. അപ്പോൾ ഇവരുടെ പ്രൊഡക്റ്റ് ഈ നമ്മുടെ ഓക്സിജനോക്കാർക്ക് പോലും കണ്ടെത്താൻ പറ്റിയിട്ടില്ല പോലും ഇവർക്ക് എന്തെങ്കിലും പ്രൊഡക്റ്റ് ഉണ്ടായിരുന്നോ എന്ന്. എന്തുകൊണ്ട് ഹൈറിച്ചിൻ്റെ ഇപ്പോൾ കോരം വാദിക്കുന്ന ആൾക്കാർ ഓക്സിജനോയ്ക്കെതിരെ പറയുന്നില്ല? ഇവർ ഇങ്ങനെയൊക്കെ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് നിങ്ങൾ പറയാറുണ്ടല്ലോ. നെഗറ്റീവുകാർ, ഗൾഫിൽ നിന്ന് പണം ഇറക്കുന്നവർ, ഇറ്റലിയിൽ നിന്ന് പണം ഇറക്കുന്നവർ അല്ലേ, മറ്റേ ഫിജിക്കായിട്ട് പണം തന്നിട്ട് കുരയ്ക്കുന്ന പട്ടികൾ എന്നൊക്കെയാണ് ഇവർ പറയുക. കഴിഞ്ഞ ദിവസം നമ്മുടെ ശ്രീനാമാം എന്നെ വിളിച്ച സമയത്ത് ശ്രീനാമാം ചോദിച്ചത്, നീ പണ്ട് ഫിജി കാട്ടിനെതിരെ ഒരുപാട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, എന്തുകൊണ്ട് നീ ഇപ്പോൾ അവരെ വിട്ടിട്ട് നമ്മളെ വേലയായി എന്നാണ്.
ഞാൻ ചോദിച്ചു എന്താണ് ഫിജിക്കാരനെ കുറിച്ച് ഇപ്പം എന്തെങ്കിലും പ്രത്യേകമായിട്ട് വീഡിയോ ചെയ്യാൻ എന്തെങ്കിലും സംഭവം ഉണ്ടോ? ഉണ്ടെങ്കിൽ ഞാൻ 2 ഇട്ടേക്കാം. നമുക്കങ്ങനെ പ്രശ്നമൊന്നുമില്ല. അവരെക്കുറിച്ച് വീഡിയോ ഇടാൻ പാടില്ല, ഇവരെക്കുറിച്ച് മാത്രമേ വീഡിയോ ഇടാൻ പാടുള്ളൂ, അങ്ങനെയൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും നമ്മുടെ ഫിജിക്കാരനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്യണം, അല്ലെങ്കിൽ ഇവരെന്ത് വിചാരിക്കും അല്ലേ? ഫിജിക്കാരൻ്റെ 2023 പൂർത്തിയാവുമെന്ന് പറഞ്ഞ ഒരു 23ആണോ 22ആണോ എന്തോ ആട്ടെ ഒരു തൃശ്ശൂരെ കെട്ടിടം അത് തറക്കല്ലിടുന്ന സമയത്ത് തന്നെ അതിൻ്റെ ഉദ്ഘാടന ഡേറ്റും അതിൻ്റെ ഫ്ലക്സും ഒക്കെ വെച്ചതായിരുന്നു. ഇപ്പോൾ ഫ്ലക്സും ഇല്ല, ഉദ്ഘാടന ഡേറ്റും കഴിഞ്ഞിട്ട് 2 വർഷമായി എന്നാണ് പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചൊരു പ്രത്യേക വീഡിയോ ചെയ്യണം. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ്. എന്തിനാണ് ധൈര്യം ഉണ്ടെങ്കിൽ തുറന്നു പറയൂ, ഹൈറിച്ച് പക്ക മണീഷ്യനാണെന്ന് പറയൂ. ശരിയാണ്, നിങ്ങൾക്കൊക്കെ ഒരുപക്ഷെ പണം നഷ്ടപ്പെട്ടിട്ടുണ്ടാവും, ഒരുപാട് ആൾക്കാരുടെ ഉത്തരവാദിത്തങ്ങൾ നിങ്ങൾക്കുണ്ടാവും. പക്ഷെങ്കിൽ അത് കരുതി ഈ കേരളം കണ്ട ഏറ്റവും വലിയ മണീഷ്യൻ കമ്പനിയെ താങ്ങിക്കൊണ്ട് നടക്കലല്ല നട്ടലുള്ള ആൾക്കാർക്ക് യോജിച്ച പരിപാടി എന്ന് പറയേണ്ടി വരും. അപ്പോൾ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇനി ഇതിപ്പോൾ മണീഷ്യനാണെന്ന് അല്ലെങ്കിൽ ബഡ്സാക്കിൽ പെടുന്നതാണെങ്കിൽ നമ്മൾ എക്സൽ ഷീറ്റ് കൊടുക്കും, കലക്ടർക്ക് എക്സൽ ഷീറ്റ് കൊടുക്കും, ഇന്നാക്കൊക്കെ പൈസ കൊടുക്കാനുണ്ട്, നിങ്ങൾ കൊടുത്തേളി എന്ന് പറഞ്ഞിട്ട്. അപ്പം ഇവർക്കറിയാം ഇതാണ് വരാൻ പോകുന്നത് എന്ന്. പക്ഷെങ്കിൽ കുറേ കാലം എത്ര ദിവസം ശ്രീനെയും പ്രതാപനെയും ഇതിൻ്റെ ആൾക്കാരുടെ ആ ഒരു പ്രതികരണം അല്ലെങ്കിൽ അവരുടെ ആ ഒരു പ്രതികരണ ശേഷി ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് അവരുടെ ആ ഒരു എനിക്ക് ആ വാക്കുകൾ കിട്ടുന്നില്ല, അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ വേണ്ടി കൊട്ടേഷൻ എടുത്ത തെണ്ടികളാണ് ഇവന്മാരൊക്കെ എന്ന് പറയേണ്ടി വരും. അതുകൊണ്ടാണ് ഇവർ ഇപ്പോഴും ഇതിനെ ന്യായീകരിച്ചുകൊണ്ട് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ കുരയ്ക്കുന്നത് എന്ന് തന്നെ പറയാം. ഇവരുടെ വാക്കുകൾ തന്നെ കടമെടുത്തുകൊണ്ട് കുരയ്ക്കുന്നത്. ഇവർ ഇത്തരം തട്ടിപ്പുകളിൽ ചെന്ന് പെട്ടു. ഇനി ഇവർ നിയമത്തിൻ്റെ വഴികൾ തേടാതെ ആ ഒരു തട്ടിപ്പിനെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് അവരുടെ തെറ്റുകൾ അലക്കി വെളുപ്പിക്കാൻ വേണ്ടി നടക്കുകയാണ് ഇവർ. അപ്പോൾ എന്തായാലും അത്തരം കാര്യങ്ങൾക്കൊന്നും യാതൊരുവിധ ഫലവും ഉണ്ടാവില്ല. അത് ഇന്നല്ലെങ്കിൽ നാളെ 17-ാം തീയതി തന്നെ അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഉത്തരം എല്ലാവർക്കും കിട്ടും എന്നാണ് പറയാനുള്ളത്. അതുകൊണ്ട് കാത്തിരിക്കുക. നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ പ്രാർത്ഥിച്ചോ, പ്രാകുന്നുണ്ടെങ്കിൽ പ്രായിക്കോ. പക്ഷെങ്കിൽ നിങ്ങളുടെ വിധി നിങ്ങളെ തേടി വന്നിരിക്കും. ബൈ.